ഹംപിയിലെ ആകർഷണങ്ങളുടെ കേന്ദ്രബിന്ദുവായ വിട്ടല ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും ആഡംബരപൂർണമായ വാസ്തുവിദ്യാ പ്രദർശനമാണ്. കോമ്പൗണ്ട് മതിലുകളും കവാട ഗോപുരങ്ങളുമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് സമീപത്തായി നിരവധി ഹാളുകളും ക്ഷേത്രങ്ങളുമുണ്ട്. വിട്ടാല ക്ഷേത്രം അറിയപ്പെടുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു രൂപമായാണ്. AD 15-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. തുടർച്ചയായി ഭരിച്ച പല രാജാക്കന്മാരും അവരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിനെ ഇന്നത്തെ രൂപത്തിലേക്ക് ഉയർത്തി. ഈ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും നിലനിന്നിരുന്ന വിട്ടലപുര എന്ന പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. വിട്ടല ക്ഷേത്രത്തിന്റെ പ്രത്യേകത അതിന്റെ മനോഹരമായ തൂണുകളുള്ള ഹാളുകളും ശിലാരഥവുമാണ്. ഭീമാകാരമായ ഗ്രാനൈറ്റ് തൂണുകളിൽ നിരവധി ശില്പങ്ങൾ കൊത്തിയെടുത്ത ഹാളുകളാണ് ഇവ. ഈ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കൽരഥം ഹംപിയുടെ ഒരു പ്രതീകാത്മക ഘടനയാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യയായി കണക്കാക്കപ്പെടുന്ന സമ്പന്നമായ ശില്പങ്ങളുള്ള ശിലാരഥം വിട്ടല ക്ഷേത്ര സമുച്ചയത്തിലാണ്. ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ശിലാരഥം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ 3 ശിലാരഥങ്ങളിൽ ഒന്നാണിത്. മറ്റ് 2 രഥങ്ങൾ ഒന്ന് കൊണാർക്കിലും മറ്റൊന്ന് മഹാബലിപുരത്തും സ്ഥിതി ചെയ്യുന്നു. വിട്ടല ക്ഷേത്രത്തിലെ ശിലാരഥം യഥാർത്ഥത്തിൽ ഒരു അലങ്കാരരഥത്തിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഗരുഡൻ സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ ശ്രീകോവിലിൽ ഗരുഡന്റെ ഒരു പ്രതിമയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഹിന്ദു പുരാണമനുസരിച്ച് ഗരുഡൻ വിഷ്ണുവിന്റെ വാഹനമാണ്. ഹംപിയിൽ വരുന്നവർ ഇവിടം സന്ദർശിക്കാൻ ശ്രമിക്കുമല്ലോ.